Pigman? Pigman? ലക്ഷണം കണ്ടിട്ട് പിഗ്മാൻ മാളമിട്ട മട്ട. നന്നായി. അപ്പൊ നമുക്ക് പോവാലോ? തനിക്ക് ഭാഗ്യമില്ലെന്ന് പറ. ഹീ സച്ച് എ ഗ്രേറ്റ് മാൻ. പോയിന്നുറപ്പാ. അല്ലെങ്കിൽ ഇവിടെ മുഴുവൻ പുസ്തകങ്ങളും ചിത്രങ്ങളും കുന്നുകൂടി കിടന്നേനെ. വാ, നമുക്ക് പോയേക്കാം. എന്നാലും തന്റെ മനസ്സൊന്ന് വായിക്കാന്ന് കരുതിയതായിരുന്നു ഞാൻ. പിന്നെ എന്റെ മനസ്സ് രഹസ്യത്തിന്റെ അറിയല്ലേ? മനസ്സിലൊരു രഹസ്യമുണ്ട്. അന്ന് പറയിപ്പിക്കാനാ ഞാൻ ഇത്രയും സാഹസം കാണിച്ചത്. എന്താ? ഒന്നുമില്ല. എന്നാ പോവാം. വാ. ആ സാറേ, ആ ഭ്രാന്തം പോണ്ടേ സാറേ, ഞാൻ ഉന്തി തള്ളി വിട്ടതാ. അയാൾക്കൊരു ബോധവും ഇല്ല, വരുന്ന ആൾക്കൊരു കുറവുമില്ല. ഞാൻ താക്കോലും കൊണ്ട് ഇപ്പം അങ്ങോട്ട് വരാം. ആ ശരി സാറേ. ഹലോ, ഇതെങ്ങനെ ലോക്ക് വീണ? തുറക്കാൻ പറ്റുന്നില്ലല്ലോ. ആരെ പൂട്ടിയേ? എന്താ സർ? ഇതിനിടയിൽ ആരിവിടെ വന്നേ? ഹലോ ഹലോ ഹലോ. അയ്യോ, ആരെങ്കിലും പൂട്ടിയതാണോ? താനിയും ടെൻഷൻ ആവാതെ. നമ്മളിനകത്തുണ്ടെന്നറിയാതെ ആരെ പുറത്തുനിന്ന് പൂട്ടിയതാ. അയ്യോ, ഒരു പിഗ്മാനും വട്ടും. തമ പുറകുവശത്ത് വാതിൽ നോക്കാം. ഹലോ, ഇത് ലോക്കാണല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാം? നമ്മൾ ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇത് ഒരൊറ്റപ്പെട്ട സ്ഥലമാണ്. എടോ, കരയല്ലേ പ്ലീസ്. പോലീസ് സ്റ്റേഷനെ വിളിച്ച് പറ നമ്മൾ ഇവിടെ കുടുങ്ങിപ്പോയെന്ന്. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. വിളിക്കുന്നില്ലേ? അത് ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. അയ്യോ, കിട്ടുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫാ. കബനിയുടെ ഫോണുണ്ടോ? ഇല്ല. ഈശ്വര, അമ്മ ഇപ്പൊ വിളി തുടങ്ങുമല്ലോ. ഞാൻ എന്താ ഈ കാണിച്ച്? ബീച്ചിൽ എന്തായാലും ഇല്ല. അവിടെ മുഴുവൻ നമ്മൾ തെരഞ്ഞതല്ലേ. കബനിയാണെങ്കിൽ അങ്ങനൊന്നും പറയാതെ പോവില്ല. നമ്മളിപ്പോ എന്താ ചെയ്യാ പത്മിനി? നമുക്ക് കുറച്ചു നേരം കൂടി നോക്കാം. ഒരുപാട് വൈകിയ ഹോസ്റ്റലിൽ ചെല്ലുമ്പോൾ 100 ചോദ്യങ്ങളായിരിക്കും. ഒരുപാട് വൈകില്ലെന്ന് ഉറപ്പ് പറഞ്ഞിട്ട് ഞാൻ സമ്മതം പറഞ്ഞത്. എന്റെ വീട്ടിൽ പോവാന്ന് ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞത്. അമ്മ അവിടെ വിളിച്ച് ചോദിക്കില്ലേ? ചേച്ചി വിഷമിക്കാതെ. എവിടെ ആയാലും കബനി അധികം നേരം നിൽക്കില്ല. ഇവിടെ ഋഷി സാറിന് പരിചയമുള്ള സ്ഥലമുണ്ടോ? ഇവിടെ ഒക്കെ അവന് നല്ല പരിചയമാണ്. ചിലപ്പോ
ആരെങ്കിലും കണ്ട് സംസാരിച്ച് നിൽക്കുന്നുണ്ടാവും. എനിക്ക് വയ്യ. ഒരു കള്ളം പൊളിഞ്ഞ എല്ലാം കൂടി തകർന്നടിയും. ഇനിയിപ്പോ വേറെന്തെങ്കിലും പറ്റിയതാണോ? ഈശ്വര, ഒന്നും വരുത്തല്ലേ. ഇനിയിപ്പോ വേറെന്തെങ്കിലും പറ്റിയതാണോ? ഈശ്വര, ഒന്നും വരുത്തല്ലേ. എടോ, നമ്മൾ പെട്ടുപോയി. അതെനിക്ക് മനസ്സിലായി. പത്മിനി ടെൻഷൻ അടിച്ച് ചാവുന്നുണ്ടാവും. ഏയ്, ഏട്ടത്തി നോക്കിക്കോളും. പത്മിനിയെ ഏട്ടത്തി ഹോസ്റ്റലിൽ വിടും. അപ്പൊ ഞാനോ? നമ്മളിനി നാളെ. നാളെയോ? അല്ല, സെക്യൂരിറ്റി വന്ന് തുറന്ന അപ്പം. എന്തിനാ വിളിച്ചപ്പോ എനിക്ക് കൂടെ വരാൻ തോന്നിയേ? പിഗ്മാനും ഒരു മനസ്സറിയലും. എന്തായാലും ഒരു പ്രൊട്ടക്ഷൻ ഞാനില്ലേ. ഈ രാത്രി പൂട്ടിക്കിടക്കുന്ന വീട്ടില് പ്രൊട്ടക്ഷൻ. ആ ഫോണെങ്കിലും ഒന്ന് ചാർജ് ചെയ്ത് കൊണ്ട് നടന്നിരുന്നെങ്കിൽ. ഞാനെന്തോ കരുതിക്കുട്ടി ചെയ്ത പോലെയാണല്ലോ താൻ പറയുന്നേ. ആയിക്കൂടെ? എടോ, ഞാൻ തന്റെ സാറല്ലേ. അത് ക്ലാസ്സില്. പുറത്തെങ്ങനെയാന്ന് ആർക്കറിയാം? എടോ, ഞാൻ എനിക്കൊന്നും കേക്കണ്ട. എങ്ങനെയെങ്കിലും ആരെങ്കിലും വിളിച്ചു വരുത്തി ഇവിടുന്ന് ഇറങ്ങണം. അലറാവുന്ന അത്ര നമ്മൾ ഉച്ചത്തിൽ വിളിച്ചില്ലേ. പിന്നെ തനിക്ക് എന്നെ പേടിയുണ്ടോ? ഞാൻ എന്തെങ്കിലും അതിനുള്ള മറുമരുന്നൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെന്താ. എടോ, ഒരു സിറ്റുവേഷൻ വരുമ്പോ അത് ഫേസ് ചെയ്യണം. ഇതിപ്പോ നമ്മുടെ ഗതികേടിന് ഇങ്ങനെ സംഭവിച്ചു. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. അയ്യോ, നമ്മള് ടൂറ് വന്നതല്ലേ, ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് താമസിക്കാൻ. ശരി, തുറക്കാൻ ആള് വരെ നാളെ ആയാ എന്തൊക്കെയാ കഥകൾ ഉണ്ടാവുകയെന്നറിയോ? രംഭയോ കൂട്ടുകാരോ ആരെങ്കിലും അറിഞ്ഞോ പിന്നെ ക്യാമ്പസിൽ കയറാൻ പറ്റുമോ? എനിക്ക് മാത്രല്ല, സാറിനും. എന്നെ എല്ലാരും നാണം കെടുത്തിയാ ഞാൻ കെട്ടി തൂങ്ങി ചാവും. കബനി, താൻ ഇമോഷണൽ ആവല്ലേ. അങ്ങനൊന്നും ഉണ്ടാവില്ല. മിക്കവാറും സെക്യൂരിറ്റി പെട്ടെന്ന് വരും. എടോ, പ്രാർത്ഥിക്കാനെങ്കിലും സമ്മതിക്കുവോ? ഓ, നടക്കട്ടെ. ഈശ്വരാ ഭഗവാനെ, എങ്ങനെയെങ്കിലും പുറത്താക്കി തരണേ. ആരെങ്കിലും വന്നൊന്ന് തോന്നണേ. എന്റെ ദൈവമേ. എന്റെ ദൈവമേ, ഒന്ന് രക്ഷിക്കൂ. നമ്മളെ തെരഞ്ഞ് പോലീസാണോ പട്ടാളാണോ നടക്കുന്നതെന്ന് ആർക്കറിയാം? പത്മിനി ബഹളം ഉണ്ടാക്കിയേ ഉള്ളൂ. ഏട്ടത്തി വീട്ടിൽ അറിയിക്കില്ല. എന്തായാലും മറക്കാത്തൊരു എക്സ്പീരിയൻസ് ആയി അല്ലേ. തനിക്ക് വിശക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ വാങ്ങിത്തരുമോ ഭക്ഷണം? എനിക്ക് വിശപ്പൊന്നുമില്ല. ഇന്ന് എത്രയാ കഴിച്ചത്? ആ പിന്നെ, ഞാൻ ഇതുപോലെ ചെറുപ്പത്തില് വഴിതെറ്റി പോയിട്ടുണ്ട്. അതും രാത്രി തന്നെയാ. എന്താ സംഭവം? ഞങ്ങൾക്ക് അവിടെ ഒരു മുത്തപ്പൻ കാവുണ്ട്. ആണ്ടിലൊരിക്കലാ മുത്തപ്പൻ വരിക. അന്ന് ബഹളവും തീവെട്ടികളും മുത്തപ്പന്റെ അലർച്ചയൊക്കെ ആയിട്ട് കോലാഹലമായിരിക്കും. എന്നെ ആദ്യമായിട്ട് കൊണ്ടുപോകുന്നത് 4ാമത്തെ വയസ്സിലാ. അവിടെ ചെന്ന് മറ്റുള്ള കുട്ടികളെ കണ്ടപ്പോ ഞാൻ അമ്മയുടെ കൈവിട്ടു, അവരുടെ കൂട്ടത്തിൽ കൂടി. എന്നിട്ട് പെട്ടെന്നാണ് മുത്തപ്പന്റെ അലർച്ച. ഞങ്ങള് പിള്ളേരൊക്കെ ഓടടാ ഓട്ടം. ഏറ്റവും മുന്നേ ഞാനാ ഓടിയത്. കാവും കഴിഞ്ഞു, പറമ്പും കഴിഞ്ഞു, ഓട്ടം തന്നെ. എന്നിട്ടെന്തായി? ഞാൻ അവിടെ ഒളിച്ചിരുന്നു. അവരെല്ലാവരും എന്നെ തെരഞ്ഞു നടക്കുകയായിരുന്നു. അവസാനം നേരം വെളുക്കാറായപ്പോഴാ കണ്ടത്. അപ്പോ ഞാൻ ഉറക്കായിരുന്നു എന്നാ പറഞ്ഞേ. പേടിച്ചുറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത് നേരെ മറിച്ച.
4 ദിവസം ഞാൻ പനിച്ചു കിടന്നത്. അങ്ങനെ പറ. അപ്പോ വഴിതെറ്റലും പെട്ടുപോകലും ഒക്കെ തന്റെ ജാതകത്തിലുള്ളതാ? അയ്യടാ, എന്റെ ജാതക ദോഷവും ഈ ബിഗ്മാനെ തേടി വരലും കൂട്ടിക്കെട്ടണ്ട. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സാറിന്. അയ്യോ ഏറ്റേ, സത്യം പറഞ്ഞ അതുകൊണ്ട് ചില ഗുണങ്ങളും ഉണ്ടായി. ഗുണോ? തന്റെ ഇതുപോലുള്ള നിഷ്കളങ്കമായ കഥകളും മറ്റും കേൾക്കാൻ പറ്റിയല്ലോ. അങ്ങനെയാണെങ്കി എന്റെ അപ്പൂപ്പന്റെ കൂടെ നടന്നാലോ? കഥയുടെ ഒരു ഒഴുക്കാ, ഒന്ന് തീരുമ്പോ മറ്റൊന്ന്. എന്ത് രസായിട്ടാ അപ്പൂപ്പൻ കഥ പറയുന്നെന്നറിയോ? പുരാണങ്ങളുണ്ട്, പ്രേതകഥകളുണ്ട്, പിന്നെ ഞങ്ങളുടെ നാട്ടിലെ പഴയ സംഭവങ്ങള്, അങ്ങനെ അങ്ങനെ. അപ്പൂപ്പൻ പറഞ്ഞു തന്ന കഥകളിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താന്നറിയോ? പഞ്ചപാണ്ഡവരുടെ വനവാസത്തിന്റെ കഥ. അവരനുഭവിച്ച കഷ്ടതകൾക്ക് കണക്കുണ്ടോ? പക്ഷേ ഓരോ തവണ ശത്രുക്കൾ അവരെ ജയിക്കുമ്പോഴും ധർമ്മം പറയുന്ന യുധിഷ്ഠിരൻ, അദ്ദേഹത്തിന്റെ സാരോപദേശങ്ങൾ, പിന്നെ കൗതുകങ്ങൾ മാത്രമുള്ള അജ്ഞാതവാസം. എന്ത് രസാ! വല്ലഭനും ബൃഹന്നളയും സൈരന്ധ്രിയും കഥകളുടെ കൂമ്പാരല്ലേ അതൊക്കെ? ഒരു കണക്കിന് ഞാനും ഇപ്പൊ അജ്ഞാതവാസത്തിലല്ലേ. അമ്മയ്ക്ക് പോലും അറിയാത്തൊരിടത്ത് കൗരവരുടെ സ്ഥാനത്ത് രംഭയും അവളുടെ പടയും. എടോ, എല്ലാം അവസാനിക്കുമ്പോ എന്നെ കാണാൻ അപ്പൂപ്പൻ വരുമല്ലോ. അപ്പൊ എന്തായാലും ഞാൻ സാറിന്റെ അടുത്ത് പിടിച്ചിരുത്തി കുറെ കഥകൾ പറയിക്കാം. ഈശ്വര, ഈ കാത്തിരിപ്പിന്റെ അവസാനം എന്നാ? എന്താ സർ? ഏയ് ഒന്നുമില്ല. അപ്പൂപ്പനെ കുറിച്ച് പറയുമ്പോ ഒരു പ്രത്യേക താളം അതെനിക്ക്. പിന്നല്ലാതെ, സത്യം പറഞ്ഞാ ഞാൻ ഇത്രയും ദിവസം അപ്പൂപ്പനെ കാണാതിരുന്നു എന്ന് തന്നെ എനിക്ക് വിശ്വാസമാവുന്നില്ല. ഇവിടേക്ക് വരുന്നത് വരെ അമ്മയും അപ്പൂപ്പനെയും ഒരു ദിവസം പോലും പിരിഞ്ഞിരുന്നിട്ടില്ല ഞാൻ. എടോ, എന്നാ ഞാൻ അപ്പൂപ്പനെ കുറിച്ച് ഒന്നും പറയില്ലായിരുന്നു. അത് സാരമില്ല സർ. അപ്പൂപ്പനെ ഓർത്ത് കരയുന്നതും എനിക്കിഷ്ടം. ഇപ്പോ മിക്കപ്പോഴും അപ്പൂപ്പനെ കുറിച്ച് ആലോചിച്ചാ കരച്ചില് തന്നെയാ വരുന്നത്. ചേച്ചി കാറിലുണ്ടോ നോക്കാം. നോക്കാം. കാറിലും ഇല്ലല്ലോ ചേച്ചി. പമിനി, ഇനി ഒരേ ഒരു മാർഗേ ഉള്ളൂ. എന്താ? ഋഷിയെയും കബനിയും ഒരുപോലെ ഫോളോ ചെയ്യുന്ന ഒരേ ഒരാളേ ഉള്ളൂ, രംഭ. ഒരുപക്ഷെ നമ്മളറിയാതെ അവള് ഇവിടെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിലോ? അത് ശരിയാ. പ്രത്യേകിച്ച് ഞാനും കബനി ഹോസ്റ്റലിൽ തിരിച്ചെത്തിയിട്ടില്ല എന്ന് അറിയുമ്പോ വിളിച്ചു നോക്കായിരുന്നു. പക്ഷെ ആ നിമിഷം അവള് ബാക്കി എല്ലാവരും അറിയിക്കും. ചേച്ചി, നമ്മുടെ മുമ്പിൽ ഇപ്പോ വേറെ മാർഗമുണ്ടോ? വെറുതെ ഒന്ന് വിളിക്കുന്ന പോലെ. ശരി, നോക്കാം. ഹലോ, എന്താ എടുത്തി? ഒന്നുമില്ല, ഞാൻ വെറുതെ ഒന്ന് വിളിച്ചതാ. ഇന്ദ്രപുരിന്ന് അങ്ങനെ ആരും എന്നെ വിളിക്കില്ല. കാര്യം പറ. അത് രംഭ ഇന്ന് ഋഷിയെ കണ്ടിരുന്നോ? എന്താ? അല്ല, ഋഷിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതാ ഞാൻ രംഭയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലേ? ഏട്ടത്തി ഇപ്പൊ എവിടെയാ? വീട്ടിലാണോ? അല്ല. പിന്നെ എവിടെങ്കിലും നിൽക്കുകയാണെങ്കിൽ ഞാൻ കാറെടുത്ത് വരാം. അയ്യോ വേണ്ട. ഏട്ടത്തി,
സത്യം പറ, എന്താ കാര്യം? ഒന്നുമില്ല. എന്നോട് ഒളിക്കണ്ട. ഏട്ടത്തിയുടെ കൂടെ അവരുണ്ടോ? കബനിയും പത്മിനിയും? ഇല്ല, അവരെങ്ങനെയാ എൻ്റെ കൂടെ? കള്ളം പറയണ്ട. നിങ്ങൾ അവരെ ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോകുന്നത് ഞാൻ കണ്ടതാ. പത്മിനിയും കബനിയും ഇതുവരെ ഹോസ്റ്റലിൽ തിരിച്ചെത്തിയിട്ടുമില്ല. എവിടെയാ നിങ്ങള്? അത് ഞങ്ങൾ കുറച്ച് ദൂരെ. ഋഷി ഞങ്ങളെ കൂട്ടാൻ വരാമെന്ന് പറഞ്ഞിരുന്നു, കണ്ടില്ല. വിളിച്ചിട്ട് കിട്ടാതായപ്പോ ഞാൻ പിന്നെ വിളിക്കാം. ഹലോ ഏടത്തി, ഹലോ. എന്താ പറഞ്ഞേ? നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ അവൾ അറിഞ്ഞു. വിളിച്ചത് അബദ്ധമായി. ശ്ശോ. വീണ്ടും വിളിക്കാം. എന്താ ചെയ്യാ? ചേച്ചി എടുക്കണ്ട. അവളിപ്പോ ഇന്ദ്രപുരിയിൽ വിളിക്കും. ശ്ശേ, നാശം. എന്നാ ചേച്ചി ഒരു കാര്യം ചെയ്, പൊയ്ക്കോ. അവര് വരുന്നത് വരെ ഞാനിവിടെ നിന്നോളാം. നീ തനിച്ചോ? അത് വേണ്ട. ഇത്രയും നേരം എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. കരയാതെ പത്മിനി. ഇനി നമ്മളൊന്ന് നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് പോലീസ് സ്റ്റേഷനിലെങ്ങാനും പറയാം. വേണ്ട, അതൊക്കെ വലിയ പ്രശ്നമാവും. എന്നാ ഞാൻ നിന്നെ ഹോസ്റ്റലിൽ കൊണ്ടുവന്നാക്കാം, എന്നിട്ട് ഞാൻ പോവാം. കബനി അങ്ങോട്ട് വരുമെങ്കിലോ? ഒന്നും വേണ്ടായിരുന്നു. എവിടെ ആയാലും കബനിയും കരയുന്നുണ്ടാവും. പത്മിനി വാ, വീട്ടിൽ ചെന്ന് പറയട്ടെ ഞാൻ. വാ. എന്നാ ഞാൻ നിന്നെ ഹോസ്റ്റലിൽ കൊണ്ടുവന്നാക്കാം, എന്നിട്ട് ഞാൻ പോവാം. കബനി അങ്ങോട്ട് വരുമെങ്കിലോ? ഒന്നും വേണ്ടായിരുന്നു. എവിടെ ആയാലും കബനിയും കരയുന്നുണ്ടാവും. ഹലോ. പേടിച്ചു പോയി ഞാൻ. അല്ല, ഇത് എവിടുന്ന് കിട്ടി? പുലി കിടന്ന മടയല്ലേ, ആ. വെറുതെ ഒന്ന് തെരഞ്ഞതാ. ഓ, പിഗ്മാന്റെ വട്ടുകൾ എന്തെങ്കിലും ബാക്കിയുണ്ടോന്ന്. അല്ല, അയാൾക്ക് എന്തിനാ ഇത്? ആ, വട്ടുകൾക്ക് പിന്നെ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ലല്ലോ. ഫോൺ വർക്ക് ആവുമായിരുന്നെങ്കിൽ 1-2 ഫോട്ടോസ് എടുക്കായിരുന്നു. എങ്ങനെയുണ്ടെന്ന് അറിയാലോ. അതിനെന്തിനാ ഫോട്ടോ? ഞാൻ പറയാലോ. ഇതിലും ചേർച്ചയുള്ളൊരു വേഷം ഇനി കിട്ടാനില്ല. അത്രയ്ക്കും ചേരുന്നുണ്ട്. ഒരു കോമാളി ലുക്ക് ഉണ്ട്. ആ, താനധികം കളിയാക്കണ്ട. കോളേജ് പഠിക്കുമ്പോ ഞാൻ നാടകത്തിലേക്ക് കളിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ടാലന്റ് ഉണ്ടാവല്ലോ. ഏയ് ചുമ്മാ. എടോ, സത്യമായിട്ടും വേണമെങ്കിൽ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. നീ പറഞ്ഞ പോലെ ഒരു കോമാളി കറക്റ്റ് എന്താ കാണിക്കാന്ന് ഞാൻ കാണിക്കാം. കാണിക്കട്ടെ? ആ, കാണട്ടെ. അയ്യോ, അയ്യോ സാർ. അയ്യോ, അയ്യോ, ഇപ്പഴാ ക്യാമറ ഇല്ലാത്തതിന്റെ വിഷമം എനിക്ക് തോന്നിയത്. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇത് മുഴുവൻ ഷൂട്ട് ചെയ്ത് ക്യാമ്പസിലെ മുഴുവൻ കുട്ടിയൊക്കെ കാണിച്ചു കൊടുത്തേനെ. എന്താ അഭ്യാസം. അത് ശരി, താൻ എന്നെ കളിയാക്കായിരുന്നല്ലേ? പിന്നല്ലാതെ. നിന്നെ ഞാൻ